നമസ്കാരം. നമ്മളുടെ സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന സ്കീമിന്റെ വിതരണ ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ പൂർത്തിയായി. 12 മണിയോടെ നിലവിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 2 മണിയോടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ 10,18,000 ഗുണഭോക്താക്കൾക്കാണ് സഹായം അക്കൗണ്ടിലേക്ക് കയറിയിട്ടുള്ളത്. അപേക്ഷ വെച്ചിട്ടുള്ളത് 16 ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കളാണ്. ഇനിയും കിടക്കുകയാണ് 10-15 ലക്ഷത്തോളം ഗുണഭോക്താക്കൾ അപേക്ഷ വയ്ക്കാൻ. അവർ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ മൂലമോ അല്ലെങ്കിൽ സമയം ലഭിക്കാത്തത് മൂലമോ ഒക്കെ ആവാം അപേക്ഷകൾ വയ്ക്കാത്തത്. ആനുകൂല്യം ലഭിക്കുന്നത് നിലവിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ അവർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ 34 വയസ്സുള്ള ഒരു വ്യക്തിക്ക് അടുത്ത മാസം 35 വയസ്സിലേക്ക് കടക്കുകയാണ്. അങ്ങനെയുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാം. ഈ പദ്ധതിയിൽ അവസാന തീയതി നിലവിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വഴി അക്ഷയ കേന്ദ്രങ്ങളോ കോമൺ സർവീസ് സെൻ്ററുകളോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളോ വഴിയോ അപേക്ഷ വെക്കാം. സ്മാർട്ട് ഫോൺ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇപ്പോൾ തുക ലഭിച്ച ഗുണഭോക്താക്കൾക്ക് ഇനി എല്ലാ മാസവും 1000 രൂപ വീതം ലഭിക്കുന്നതായിരിക്കും. സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്ന അതേ സമയത്തായിരിക്കും ഇനി അടുത്ത മാസം മുതൽ തുക വിതരണം നടക്കുക. ഇനി അങ്ങോട്ട് എല്ലാ മാസവും നിങ്ങൾക്ക് ധനസഹായം ഉണ്ട് എന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. അതായത് 60 വയസ്സ് എത്തുന്നത് വരെ ഈ ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും. ഗുണഭോക്താവ് മരണപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രായപരിധിക്ക് മുൻപ് മരണപ്പെടുകയാണ് എങ്കിൽ ആനുകൂല്യം നിലയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഇനി അതോടൊപ്പം തന്നെ അപ്രൂവൽ ആകാത്ത നിരവധി ഗുണഭോക്താക്കളുണ്ട്. അതിൽ തന്നെ 10 ലക്ഷത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ സഹായം ലഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് അപ്രൂവൽ ആകുന്ന മുറയ്ക്ക് ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. അവർക്ക് അടുത്ത മാസമാണ് അപ്രൂവൽ ലഭിക്കുന്നത് എങ്കിൽ ആ മാസം മുതലായിരിക്കും ധനസഹായത്തിന് അർഹത ഉണ്ടാവുക. ആ മാസം മുതൽ തുടർന്ന് അങ്ങോട്ട് എല്ലാ പ്രാവശ്യത്തെയും സഹായം ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ആനുകൂല്യത്തിലേക്ക് അപേക്ഷ വെക്കാനുള്ളവർ ശ്രദ്ധിക്കുക. അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകൾ എല്ലാം സഹിതം, അതായത് നമ്മുടെ ജനനതീയതി തെളിയിക്കുന്ന രേഖകൾ, നമ്മളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ, വയസ്സ് തെളിയിക്കുന്ന രേഖകൾ, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, ഗുണഭോക്താവിൻ്റെ ഫോട്ടോ, എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടി ആവശ്യമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ അപ്രൂവൽ ആയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതി. ഓൺലൈൻ വഴി അപേക്ഷകൾ വെച്ചവർ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്ന കാര്യങ്ങൾ പരിശോധിക്കാം. ഇനി ഫോൺ വഴി അപേക്ഷ വെച്ചവരാണെങ്കിൽ ഫോണിൽ തന്നെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നതേ ഉള്ളൂ. തിരുത്തലുകൾ എന്തെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് അത് കാണിച്ചിരിക്കും. എന്ത് പ്രശ്നത്താലാണ് നിലവിൽ അപേക്ഷ പെൻഡിങ് ആയിരിക്കുന്നത് എന്ന് ആ സമയത്ത് അത് വേണ്ട തിരുത്തലുകൾ വരുത്തി ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും വേഗം ഇതൊക്കെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. എത്ര വൈകുന്നോ അത്രത്തോളം നമുക്ക് ധനസഹായം കുറവാണ് ലഭിക്കുന്നത് എന്നൊരു കാര്യം ഓർത്തു വയ്ക്കുക. ഇപ്പോൾ അപ്രൂവൽ ആകാത്തവർക്ക് ഫെബ്രുവരിയിലെ ധനസഹായം നഷ്ടപ്പെട്ടു. അതുപോലെ എത്ര വൈകുന്നോ അത്രത്തോളം നമുക്ക് ആനുകൂല്യം നഷ്ടപ്പെടും. ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞേക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.